ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു മന്തിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ടൊന്നും നമുക്ക് അരിയാനോ മുറിക്കാനോ ഒന്നുമില്ല. ഇത് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. 1 കിലോ ബസ്മതി അരിയാണ് അതിനായിട്ട് ഞാൻ എടുത്തത്. വൈറ്റ് അരിയാണ് എടുത്തത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണ്. ഇനി അതിനുള്ള ചിക്കന് 1 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാൻ ഇട്ടുള്ളത്. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് നമുക്ക് ഓരോ പീസും എടുത്ത് കുത്തി കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നല്ലപോലെ ഇറങ്ങി ചെന്നിട്ട് നല്ലോണം മസാല പിടിക്കാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനൊക്കെ. അപ്പോൾ നമ്മൾ മുഴുവൻ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചെറിയ ജീരകം പൊടിച്ചത്, അതായത് നല്ല ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. ഞാൻ അവിടെ പൊടിച്ചെടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ സമയത്ത് തന്നെ 1 ടീസ്പൂൺ വലിയ കുരുമുളക് അപ്പടി ഇടാവുന്നതാണ്. ഞാനത് ഇട്ടിട്ടില്ല, ആർക്കും ഇഷ്ടമില്ല അത് കടിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മന്തി മസാല ചേർത്തിട്ടുണ്ട്. 3 മാഗി ക്യൂബ് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് മാഗി ക്യൂബിൽ ആദ്യം ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം 1/2 കപ്പ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കളർ കൂടി ചേർത്തിട്ടുണ്ട്. കളർ ഓപ്ഷനാണ്, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ അതൊരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വിറകടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ഊറ്റുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത്, ഉപ്പ് കല്ലുപ്പ് ചേർത്തുകൊണ്ട് നല്ല അലിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ കഴുകി വൃത്തിയാക്കിയ അരി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിനി അത് നമ്മൾ അതിലേക്ക് മുഴുവനായി ഇട്ട് കൊടുത്തു. ഇനി ആ വേവണ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കന് നല്ലപോലെ ഫ്രൈ ഒന്നും ചെയ്യില്ല, ഒന്ന് വേവിച്ചെടുക്കുകയാണ്. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കും. അങ്ങനെ മൊത്തത്തിൽ 10 മിനിറ്റ്. ആ സമയം കൊണ്ട് നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു സ്ട്രെയിനർ കൊണ്ട് ഊറ്റിയെടുത്തതിന് ശേഷം വേറൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഊറ്റിയതിന് ശേഷം നമുക്ക് ഈ സമയത്ത് നമ്മൾ ചിക്കൻ ഇവിടെ പാകമായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മേലേക്ക് ദം ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് മുഴുവനായി ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഇനി നമ്മൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കില്ല. നേരത്തെ ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് വേവിച്ചെടുത്തത് ചിക്കന്. അപ്പോൾ നമ്മൾ ഒരു 6 പച്ചമുളക് മേലെ കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ചാർക്കോൾ പൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പോരാ തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ച് 1 മണിക്കൂർ ഞാൻ ദം ചെയ്തെടുക്കുന്നുണ്ട്. സാവധാനം എടുക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ പച്ചമുളക് കണ്ടില്ലേ, നല്ല പോലെ വാടിയിട്ടുണ്ട്, ആവിയൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ റൈസ് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വലിയ പാത്രത്തിൽ നിന്നാണ് ഒന്നായിട്ട് മിക്സ് ആക്കണേ. ഈ ദമ്മിട്ട പാത്രത്തിൽ റൈസും ചിക്കനും കൂടെ ഫുള്ളായതുകൊണ്ട് അതിൽ ഇളക്കിയെടുക്കാനില്ല. നമ്മളിത് മെല്ലെ ഇളക്കിയെടുക്കണം, പൊട്ടാതെ. റൈസൊന്നും പൊട്ടാതെ വേണം ഇളക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് റൈസൊക്കെ മാറ്റിയതിന് ശേഷം ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം അതിലുള്ള സൺഫ്ലവർ ഓയിലും അതിൻ്റെ മസാലയൊക്കെ കൂടെ നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. റൈസിൽ നിന്ന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചിക്കനും റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം
നമ്മൾ ഇതാ മസാലയൊക്കെ റൈസിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലൊരു മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്നും അരിയാനോ മുറിക്കാനോ ഒന്നുമില്ല. 20 മിനിറ്റ് കൊണ്ട് മന്തി റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.